ഹലോ മച്ചന്മാരെ, അപ്പം മെറ്റൽ സ്പാർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർക്ക് ഏരിയയുടെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ മെറ്റീരിയൽസൊക്കെ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം പെയിൻ്റ് അടിച്ചൊക്കെ തീർന്ന് ഇനി കുറച്ചും കൂടി ഉള്ളടിക്കാനായിട്ട്. അപ്പോൾ നമ്മളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ആയിട്ടിന്ന് വർക്ക് നമുക്ക്. അപ്പോൾ ഈ കാണുന്ന ഒരു ഏരിയയിലാണ് നമുക്ക് ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ബൈക്ക് ഷെഡ് ഉണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഇവർ കെട്ടിപ്പോക്കണ സമയത്ത് തന്നെ നമ്മൾ വന്നിട്ട് 2 പോസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സിമെൻറ്റിൻ്റെ അകത്ത് പോകാൻ വേണ്ടി അതാകുമ്പോൾ അവർ ഫുള്ള് കെട്ടി തേച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഒരു പ്ലേസിലാണ് നമുക്ക് ചെയ്യേണ്ടത് കേട്ടോ. നമ്മൾ പോസ്റ്റൊക്കെ നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അവരെ കെട്ടണ സമയത്ത്. അപ്പോൾ നമ്മൾ ഡ്രസ്സ് പിടിപ്പിക്കാനുള്ള പൈപ്പാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് മേളിൽ നിന്ന് വേണ്ടെന്ന് പറഞ്ഞു ചെയ്യണത്. നമ്മൾ നോർമലായിട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ വർക്കർ അടിയുന്നുള്ള നമ്മൾ ഹൈറ്റ് കുറച്ചുകൂടി കിട്ടാൻ വേണ്ടി ചെയ്യണത്. അപ്പോൾ അവർ പറഞ്ഞ് അവിടെ നിന്ന് ചെയ്യേണ്ട, അവർക്ക് ഇതിൻ്റെ മേളിൽ നിന്ന് ചെയ്താൽ മതി എന്ന് അവർ പറഞ്ഞ്. അപ്പോൾ ഇത് ഫുൾ കരാർ കൊടുത്ത വീടാണ്. അപ്പോൾ അതിൻ്റെ കരാറെടുത്ത പുള്ളിയും പറഞ്ഞാൽ അവർക്ക് ഇവിടെ നിന്ന് മതി, മേളിൽ നിന്ന് ചെയ്യേണ്ട അങ്ങനെ പറഞ്ഞുകൊണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് അധികം സ്ലോപ്പ് കുറവാണ് കൊടുത്തേക്കണം. നമ്മൾ ഒരുപാട് സ്ലോപ്പ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ ഒന്നത്തെ വർക്ക് ഏരിയ ആയിട്ട് എടുക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചൂട് ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ നമ്മൾ കാരണം വെള്ളം കെട്ടി നിൽക്കാണ്ട് പോകാനുള്ള ഒരു ആവശ്യത്തിനുള്ളൊരു സ്ലോപ്പേ നമ്മൾ കൊടുത്തുള്ളൂ. അതായത് നമ്മൾ ഒരു 6 ഇഞ്ച് സ്ലോപ്പാണ് ഇട്ടാക്കണത് ഈ വർക്കിന്. പിന്നെ എന്ന് വെച്ചാൽ 8 അടി ഷീറ്റാണ് വന്നാക്കണത്. 8 അടി എന്ന് പറഞ്ഞാൽ നമ്മൾ 9 അടി ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഉള്ളിൽ മാക്സിമം ഒരു 8 അടിയോളം കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അതാണ് പിന്നെ അധികം സ്ലോപ്പ് ഇട്ടിട്ടില്ല നമ്മൾ. അപ്പോൾ നമ്മൾ പട്ടയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഡ്രസ്സ് വെക്കാനുള്ള പട്ടയൊക്കെ തുളച്ച് പിടിപ്പിക്കുകയാണേ. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടി എടുത്താക്കണമെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ 6 ഇഞ്ച് പട്ടയുണ്ട് നമ്മൾ വെക്കണത്. 6 ഇഞ്ചിൻ്റെ ഹോൾ പട്ട എടുത്താക്കണത് നമ്മൾ. 8 ആങ്കർ ബോൾട്ട് നോർമലായിട്ട് നമ്മൾ 8-ൻ്റെ തന്നെ അടിക്കണത്. പിന്നെ അത്രയും നല്ല ഹൈറ്റിലൊക്കെ ആണെങ്കിൽ നമ്മൾ 10-ൻ്റെ ആങ്കർ ബോൾട്ട് യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ പട്ടയൊക്കെ പിടിപ്പിച്ചെല്ലാം കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സൊക്കെ കയറ്റായിട്ട് നമ്മൾ ഡ്രസ്സ് കയറ്റി 2 ഡ്രസ്സ് കയറ്റി വെച്ച് ടോട്ടല് 4 ഡ്രസ്സ് വന്നിട്ടുണ്ട് കേട്ടോ. വലിയ ഡ്രസ്സ് 4 വരും. പിന്നെ നമുക്കൊരു ചെറിയൊരു അങ്ങോട്ട് കുറച്ച് നീട്ടിയിട്ട് ഒരു ചെറിയൊരു പോർഷൻ കൂടി ഉണ്ട്. അപ്പോൾ അവിടെയും വരും. അവിടെ ഒരു ചെറിയൊരു 4 ഡ്രസ്സ്. അപ്പോൾ ഡ്രസ്സെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കയറ്റിയെല്ലാം കംപ്ലീറ്റ് ആയി. മഴ കാരണം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ മഴ പെയ്യുന്നുണ്ട്, ഇപ്പോഴും മഴയുണ്ട് ഇവിടെയൊക്കെ. വർക്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ പർലിങ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു പർലിങ് അടിച്ച് വെച്ച് കഴിഞ്ഞിട്ടാണ് ബാക്കി പർലിങ്ങുകളെല്ലാം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പട്ടി അടിക്കാനുണ്ട് കേട്ടോ. ഇതിൻ്റെ സൈഡിൽ മെഷല്ല അടിക്കണത്. നമ്മൾ 3/4 1.5 സ്ക്വയർ തന്നെ ഉണ്ട് നമ്മൾ സൈഡും അടിക്കണത്. അതിൻ്റെ സൈഡ് ഫുള്ള് നമ്മൾ 3/4 ഇഞ്ച് വെച്ച് കവർ ചെയ്തെടുക്കാനുണ്ട് നമുക്ക്. അപ്പോൾ പർലിങ് എല്ലാം കഴിഞ്ഞിട്ട് ഡ്രസ്സിൻ്റെ പരിപാടി നമുക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് ഇനി പാത്തിക്ലാമ്പ് വെക്കാൻ മാത്രമേ ഉള്ളൂ. നമ്മൾ ഷീറ്റ് ഇടണതിന് വന്നേ വെക്കുള്ളൂ. നമ്മൾ പാത്തിക്ലാമ്പ് പിടിപ്പിച്ച് അല്ലാനും. അപ്പോൾ നമ്മൾ സൈഡ് ചെയ്യണതിൻ്റെ പണി തുടങ്ങിയാറുണ്ട്. അപ്പോൾ ശിഷ്യൻ അവിടെ ഇരുന്ന് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൈഡ് വെക്കാനുള്ള പീസുകൾ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ് അത്. അപ്പോൾ നമ്മൾ ഇത് തന്നെ വെക്കണം. നമ്മൾ കൊടുത്താക്കണ ഗ്യാപ്പ് എന്ന് പറയാനായിട്ട് നമ്മൾ ഇതിന് കൊടുത്താക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ഇഞ്ചോളം ഗ്യാപ്പ് വെച്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ അവൻ കട്ട് ചെയ്യാനിടക്ക് ഇങ്ങനെ നോക്കണേണ്. കട്ട് ചെയ്യാനുണ്ടെന്നൊക്കെ ഇങ്ങനെ നോക്കും. അപ്പോൾ ഉള്ളി അവിടെ ഇരുന്ന് കട്ട് ചെയ്തിട്ടുണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ ഒരു സൈഡ് അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 ഇഞ്ച് ഗ്യാപ്പായിട്ട് കൊടുത്താക്കണം അതിന്. അപ്പോൾ നമ്മൾ 2 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്താൽ വേറെ ഒന്നുമില്ല, അവർ ഈ ഫുള്ള് പുറത്ത് മറ്റേ കൊതുകിൻ്റെ നെറ്റ് വെക്കുമെന്ന് പറയുന്നുണ്ട്, കൊതുക് കയറാണ്ടിരിക്കാൻ വേണ്ടി. അപ്പോൾ പിന്നെ പൂച്ചൊന്നും അധികം കൂടി കയറില്ല. അപ്പോൾ നമ്മൾ ഇതും അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതും നെറ്റും കൂടി വന്നു കഴിയുമ്പോഴേ ഒട്ടും വെളിച്ചുണ്ടാവില്ല. അപ്പോൾ അത് കാരണം നമ്മൾ 2 ഇഞ്ച് ഗ്യാപ്പിട്ടാണ് കൊടുത്താക്കണത്. ഇപ്പോൾ 2 ഇഞ്ച് കൂടി അങ്ങനെ പൂച്ച അധികം കയറാൻ ചാൻസ് ഇല്ല. അപ്പോൾ അവർ ഫുള്ള് പുറത്ത് മറ്റേ മൊസ്കിറ്റോനെ നെറ്റ് വെക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടിയും ചെയ്യണ കാരണം നമ്മൾ തന്നെ 2 ഇഞ്ച് ഗ്യാപ്പിട്ടാണ് നമ്മളിത് ചെയ്താക്കണത്. 3.25 രൂപ തന്നെ വെച്ചിട്ട് അടിക്കുകയാണ്. എന്നാൽ ഹൈറ്റ് കുറവാണ്, അത് കാരണം സ്ലോപ്പ് അധികം കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ ആ സ്ലാബിൻ്റെ മുകളിൽ നിന്നിട്ട് എൻ്റെ തല ഏകദേശം അവിടെ മുട്ടും. മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 7 അടിയോളം ഹൈറ്റ് ഉള്ളൂ മാക്സിമം അകത്ത് അവിടെ അറ്റത്ത് എഡ്ജിലോട്ടാണ്.
നമ്മൾ പുറത്തേക്ക് കൂടിയാണ് നമ്മളിത് ഓടിക്കണത്. ഫുള്ള് പുറത്തേക്ക് കൂടിയാണ് ഓടിക്കണത്. അകത്ത് കട്ട് ചെയ്ത് അകത്ത് വെക്കുള്ള നമ്മൾ പുറം ലെവലിലാണ് നമ്മൾ ഫുള്ള് പൈപ്പ് വെച്ചേക്കണത് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ അടുത്ത സൈഡ് തുടങ്ങിയിട്ടുണ്ട്. ഒരു സൈഡ് കംപ്ലീറ്റ് അടിച്ച് കഴിഞ്ഞ്. അപ്പോൾ ഇവിടെ നമ്മൾ 2 അടിച്ച് വെച്ചിട്ടുണ്ട്. ആ ഒരു ലെവലിൽ തന്നെയാണ് വെക്കണത് കേട്ടോ നമ്മൾ. അപ്പോൾ നമ്മൾ പട്ടികയൊക്കെ അടിച്ച് ഫുള്ള് കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് എല്ലാം അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൽ പെയിൻറ്റിങ് ആവുള്ളത്. അപ്പം മഴ പെയ്ത്, അപ്പോൾ ഇവിടെ പഴയ ഷീറ്റ് കിടന്നിരുന്ന ഞങ്ങളെടുത്ത് ഇത് ചെയ്യാൻ വേണ്ടി മേളിൽ ഇവരുടെ പഴയ വീട് പൊളിച്ചതിൻ്റെ ഷീറ്റ് കുറേ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് മേളിൽ ഇട്ടാക്കണതാണ് കേട്ടോ വെറുതെ. എന്നുവെച്ചാൽ മഴ പെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് അകത്തുനിന്ന് വർക്ക് എടുക്കേ. അപ്പോൾ പെയിൻ്റ് അടിക്കാനുള്ള പരിപാടികളൊക്കെ നോക്കണം. അപ്പോൾ ഗ്രൈൻഡ് ചെയ്യാനൊക്കെ ഉണ്ട് കുറച്ച്, പിന്നെ പെയിൻറ്റിങ് ഒക്കെ ഉണ്ട് കുറച്ച്. അപ്പോൾ കുറച്ച് വെൽഡിങ് ഉണ്ടായിരുന്നു പുറത്ത്. അപ്പോൾ ശിഷ്യൻ ആ പുറത്ത് കോർണറുകൾ അടിക്കാണ്. നമ്മൾ കോർണർ ഡിഗ്രി കട്ട് ചെയ്ത് വെച്ചില്ല കേട്ടോ. നമ്മൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നടുക്കൊരു സെൻറ്ററിലൊരു പൈപ്പ് ഓടിച്ചു കൊടുത്തു. അപ്പോൾ അവിടെ നിന്ന് തന്നെ പൈപ്പ്, ഇവിടെ നിന്ന് തന്നെ പൈപ്പും അതുമ്പോൾ കയറിയിരുന്നുള്ളൂ. എല്ലാ എഡ്ജിലും ഓരോ കുത്ത് സെപ്പറേറ്റ് നമ്മൾ വെച്ച് കൊടുത്തു. അപ്പോൾ അതിൽ കൊണ്ട് വെക്കാം. അതാകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഫില്ലറിന് കുറച്ചും കൂടിയും കനവും കിട്ടും, കുറച്ചും കൂടി സ്ട്രോങ് ആവും. അപ്പോൾ അങ്ങനെ ചെയ്തു നമ്മൾ. അപ്പോൾ ഫ്രെയിമിൻ്റെ ഏകദേശം കംപ്ലീറ്റ്. ഇനി നമുക്കിവിടെ ഒരു ഡോർ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഒരു ടൈലിട്ട് കഴിഞ്ഞിട്ട് ഡോർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ടൈലിട്ടിട്ടില്ല. അകത്ത് ടൈലിട്ടിട്ട് വേണം നമുക്ക് ഡോർ ചെയ്യാനായിട്ട്. അപ്പോൾ അത് കാരണം ഡോറിൻ്റെ പണി നമ്മൾ പിന്നത്തേക്ക് വെച്ച് നമ്മൾ. അപ്പോൾ പെയിൻ്റ് അടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. ഫ്രെയിമിൻ്റെ സ്ട്രക്ചർ വർക്ക് ഫുള്ള് എല്ലാം കംപ്ലീറ്റ് ആയി. പിന്നെ നമ്മളിവിടെ ഒരു ഗ്യാസ് ചേമ്പറും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറുത് അവർക്ക് ഒരു സിലിണ്ടർ ഇരിക്കണം മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു ഗ്യാസ് ചേമ്പറും കൂടി നമ്മൾ പണം കൊടുത്തിട്ടുണ്ട് അവർക്ക്. അത് സെപ്പറേറ്റ് നമ്മൾ ഇതിൽ ചെയ്ത് കൊടുത്തേണ്ടത്. നമ്മൾ ആ കരാറിൽ പറഞ്ഞ പൈസയിൽ തന്നെ നമ്മളതും ചെയ്ത് കൊടുത്തവർക്ക്. ഒരു ഗ്യാസ് ചേമ്പറും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ. മെഷീനൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കണം അവൻ. അപ്പോൾ നമ്മൾ ഒരു കോട്ട് പ്രൈമർ ഫസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വെൽഡ് ചെയ്ത് കൊടുത്തൊക്കെ ടച്ച് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഫുള്ള് അപ്പോക്സിൽ തന്നെ ബ്ലാക്ക് ആയിട്ട് അടിക്കണം. ഹാർഡനർ ഉള്ളതാണ് നമ്മൾ അടിക്കുന്നത്. അതാകുമ്പോൾ നല്ല ലൈഫ് കിട്ടും. ഹാർഡനർ മിക്സറായിട്ട് തന്നെ നമ്മൾ അടിക്കില്ല. ഹാർഡനർ സെപ്പറേറ്റ് ഉള്ള പെയിൻറ്റ് മേടിച്ചിട്ടാണ് നമ്മൾ അടിക്കുന്നത് കേട്ടോ. നമ്മളെല്ലാത്തിനും അങ്ങനെ തന്നെ അടിക്കുന്നത്. ഹാർഡനർ സെപ്പറേറ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ അടിക്കാറ്. അതാകുമ്പോൾ നല്ല ലൈഫ് കിട്ടും. മറ്റേ പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. നമ്മൾ വിരലും കൊണ്ടൊക്കെ ഇങ്ങനെ ചുരണ്ടി കഴിഞ്ഞാൽ പെയിൻറ്റ് അതിൽ ഇങ്ങനെ വരും. ഇതാകുമ്പോൾ എന്ന് പറഞ്ഞാൽ അടിച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചുരണ്ടാൻ നോക്കിയാലൊന്നും വരില്ല. അപ്പോൾ നമ്മളുടെ ഫ്രെയിം വർക്കൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞ് നമ്മൾ ഷീറ്റ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കളർ 1+ൻ്റെ JSW കളർ 1+ ആണ് ഇട്ടാക്കണത് കേട്ടോ ഷീറ്റ്. മറ്റേ ക്ലാഡിങ് ടൈപ്പ് തന്നെ ഷീറ്റാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്താക്കണത് കേട്ടോ അതിനകത്ത്. അപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീറ്റ് അടിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ മാക്സിമം കവറ് പറിക്കാറ്. അല്ലെങ്കിൽ ഷീറ്റ് കയറ്റുന്ന സമയത്ത് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വരും. നമ്മൾ എല്ലാ വർക്കിലും നമ്മൾ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. മാക്സിമം നമുക്ക് കോടി വർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ മാക്സിമം താഴെ നിന്ന് ഒലിച്ചിട്ട് തന്നെ കയറ്റുള്ളൂ. അല്ലെങ്കിൽ ഉള്ളതൊക്കെ നമ്മളിങ്ങനെ മുകളിൽ കയറ്റി കഴിഞ്ഞിട്ടാണ് ഒലിക്കാറ്. അതാകുമ്പോൾ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീറ്റായിട്ട് കിടക്കും. പിന്നെ നമ്മൾ സൈഡിൽ കമത്തടിച്ച് കൊടുത്താൽ കേട്ടോ. അല്ലെങ്കിൽ ഇതിൽ നടക്കുമ്പോഴൊക്കെ കാല് പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അതാകുമ്പോൾ നമ്മൾ സൈഡിലെ കമത്തടിച്ച് കാരണം അവിടെ അത് വൃത്തിയായിട്ട് അങ്ങനെ ഇരുന്നുള്ളൂ. അപ്പോൾ നമ്മളുടെ വർക്ക് ഇത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും വർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും വർക്ക് എൻക്വയറി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ നമ്പർ താഴെയുണ്ടാവും. അപ്പോൾ കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ ഓൾ കേരള വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.